ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047ഓടെ വികസിത ഭാരതം, വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMAയുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMAയുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖ് ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയാണ് അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600°C ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു.
ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി T. സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000-ഓളം ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300-ഓളം ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50ഓളം IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ S. അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ U. കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും.
2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.